ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിടാതെ SIT. കേസിൽ കടകംപള്ളിയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാൻ നീക്കം. പോറ്റിയുമായുള്ള ബന്ധത്തിലും കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തത തേടാനാണ് വീണ്ടും മൊഴിയെടുക്കുക. ആദ്യ മൊഴിയിൽ അവ്യക്തത തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഹാൻസ് ജോൺ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഹാൻസ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കടകംപള്ളിയുമായി പോറ്റിക്ക് ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും സൂചന SIT ലഭിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തിരുന്നു. PS പ്രശാന്തിനോടൊപ്പം തന്നെയാണ് കടകംപള്ളിയെയും ചോദ്യം ചെയ്തത്. പക്ഷേ ആ ചോദ്യം ചെയ്യലിൽ വ്യക്തത ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കടകംപള്ളി ഒരു വ്യക്തത നൽകിയില്ല എന്നുള്ളൊരു അനുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 മുതലുള്ള കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ SIT സംഘം പരിശോധിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചിത്രങ്ങളും അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധവും ഈ SIT സംഘത്തിൻ്റെ റഡാറിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ചിട്ടുള്ള ആദ്യ മൊഴിയിൽ അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട് എന്നാണ് SIT സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ SIT സംഘം ഉള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് SIT സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കൂ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കടകംപള്ളി ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റഡാറിൽ തന്നെയാണുള്ളത്. കടകംപള്ളിയെ അങ്ങനെ വിട്ടുകളഞ്ഞിട്ടില്ല. എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകളാണ് നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഹർഷൻ, എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ റഡാറിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രി എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഹാൻസ് ജോണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.